അപ്പം നല്ല ആരോഗ്യത്തോടു കൂടി നല്ല വളർന്നരച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലേഡീസിൻ്റെ മുടി മാതിരി ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഗാർഡനും കൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ മുറ്റത്ത് നമ്മൾ അത്യാവശ്യം ചെടികളൊക്കെ നടുന്നുണ്ട്. അപ്പം നേരത്തെയൊക്കെ പല ചെടികളും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പല ചെടികളും നടുന്ന രീതിയും വളർത്തുന്ന രീതിയും വളപ്രയോഗവും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കുറേ പേര് അങ്ങനെ ഗാർഡനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിതിനെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ടാണ്. ഇപ്പം കണ്ടില്ലേ നിൽക്കുന്നുണ്ടോ. അപ്പം നല്ല ആരോഗ്യത്തോടു കൂടി നല്ല വളർന്നരച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലേഡീസിൻ്റെ മുടി മാതിരി ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത്രയൊക്കെ വളർന്നു വരാനായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് വളരണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, കുറച്ച് സമയമൊക്കെ ഇതിന് വേണ്ടി വരും. ഇതിപ്പോൾ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ടാങ്കിൾഡ് ഹാർട്ട് ഇങ്ങനെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരിചരണമൊക്കെ ആവശ്യമാണ്. ഇതിന് എങ്ങനെ വെയിൽ വേണോ വേണ്ടായോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം, ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു 5-6 നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തൂക്കിയിടാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ. ഇപ്പം വേറെ ഒരെണ്ണങ്ങളുണ്ട്. ഇപ്പം ടർട്ടിൽ വൈനൊക്കെ നമ്മുടെ കുറേ നാളായല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഉഷാറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇത് നല്ല ഉഷാറോടുകൂടിയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ ഇങ്ങനെ കറങ്ങുമ്പോൾ ഒക്കെ എന്ത് ഭംഗിയാണ്. കാറ്റത്തൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത്യാവശ്യം വെയിലൊക്കെ ഇതിന് കിട്ടണം, എങ്കിൽ മാത്രമേ ഇത് നല്ലോണം നിൽക്കുകയുള്ളൂ. നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും. ഇതിന് ആവശ്യത്തിന് ഉള്ളതായ വെള്ളവും വെയിലും ഒക്കെ കിട്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഹാർട്ട് മാതിരി ഇരിക്കുകയാണ് ഈ ഇലയെല്ലാം. അത് നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും അതിന്. അപ്പോൾ ഈ ചെടിക്ക് ഒരുപാട് വെള്ളമൊന്നും കൊണ്ട് ഒഴിക്കരുത്, അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകും. എന്നാലും ദിവസം രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ് വെള്ളമെങ്കിലും ഇതിന് കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ജൈവ സ്ലറി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് നേർപ്പിച്ച് നമുക്ക് ഒഴിക്കാം. നമ്മുടെ കിച്ചണിലെ വേസ്റ്റായ മുട്ടത്തോട്, പഴത്തൊലി, ഉള്ളിത്തൊലി ഒക്കെ അടിച്ച് കലക്കി വളരെ നേർപ്പിച്ച് നമുക്ക് നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പം ഇന്ന വളമേ കൊടുക്കാവുന്നൊന്നുമില്ല. ചാണകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ അല്ലാതെ നമ്മളിതിനകത്ത് കെമിക്കലായിട്ട് ഒരു രാസവളങ്ങളോ ഒന്നും നമ്മുടെ ഈ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നതേ ഇല്ല. നമ്മുടെ വീട്ടിലുള്ളതായ ഈ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതിഞ്ഞ് വളർന്നു വരും. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കട്ടിങ് ചെയ്തേക്കുന്ന മാതിരിയാണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹാർട്ട് ഇങ്ങനെ വളർന്നു വരുന്നത്. കണ്ടില്ലേ താഴോട്ട് വരും തോറും കുറഞ്ഞു പിന്നെ മേലോട്ട് പോകും തോറും നല്ല ഇതായിട്ട് സ്റ്റെപ്പ് ചെയ്തേക്കുന്ന മാതിരിയാണ്. കണ്ടോ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഇത് കണ്ടാലേ ആഫ്രിക്കക്കാരുടെ മുടി മാതിരിയുണ്ട്. സ്പ്രിങ് മാതിരി ഇങ്ങനെ കിടന്നോളും. നല്ല ഭംഗിയാണ്. ഇതിന് എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മളിത് ഒരു വെർട്ടിക്കൽ ഗാർഡനകത്ത് തന്നെ ഞാനിത് വേര് പിടിപ്പിച്ചിട്ടാണ് പിന്നെ ഈ ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് മാറ്റുന്നത്. അല്ലാതെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് ഇട്ടിട്ട് മണ്ണും ഇട്ട് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നോളും. നമ്മളിത് പോട്ടിനകത്തോട്ട് നിറയ്ക്കാനായിട്ട് കുറച്ച് മണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം മണ്ണൊക്കെ നിറയ്ക്കുന്ന രീതിയൊക്കെ അറിയാമല്ലോ, പോട്ടിനകത്ത് നിറയ്ക്കുന്ന രീതിയൊക്കെ എത്ര പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല കേട്ടോ. ഒരു പിടി ചാണകം എടുത്തിട്ടുണ്ട്, കുറച്ച് മണ്ണും എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ചകിരിച്ചോറും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പോട്ടിനകത്തോട്ട് നിറയ്ക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. ഇത് ഇത്രയും നിറച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ ഇതിപ്പോൾ ഒരേ വലിപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഏകദേശ രൂപത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വെർട്ടിക്കൽ പോട്ടിനകത്തോട്ട്. അതിനകത്ത് നമുക്കൊരു സ്വല്പം വെള്ളം നനച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ എങ്ങനെ ഇട്ടാലും ഇതങ്ങ് കിളിച്ച് വരും. എല്ലാ നോഡിൽ നിന്നും വേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കിതെല്ലാം കൂടെ ഒരിടത്തോട്ടങ്ങ് ഒന്നാക്കിയിട്ട് മണ്ണ് നല്ലതുപോലെ അങ്ങ് ഉറപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് വെർട്ടിക്കൽ പോട്ടിനകത്ത് നടാം. ഇത് നല്ലതുപോലെ വേര് പിടിച്ചതിന് ശേഷം ഇനി നമുക്ക് എങ്ങനെയാണ് ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് മാറ്റുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ പോട്ടിനകത്ത് നട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ഇതിപ്പോൾ നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസത്തോളമൊക്കെ ആയതാണ്. ഒരു മാസം തികച്ചായിട്ടില്ല, ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പം നല്ല രീതിയിൽ ഇത് വളർന്നു വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വേര് പിടിച്ചോളും. നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മണ്ണോട് കൂടി അങ്ങ് എടുക്കണം, അതാണ് വേണ്ടത്.
അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. പോട്ടിനകത്ത് അതിൻ്റെ നല്ല ഹോളൊക്കെ ഉള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് തന്നെയാണിത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മണ്ണ് നിറച്ച് കൊടുക്കാം. ഒരു ഇത്രയും ഭാഗത്തോളം നമ്മൾ എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗത്തോളം മണ്ണെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ എന്തുവേണമെന്നറിയാമോ, ഇത് മൊത്തത്തിൽ നമ്മളിഞ്ഞ് എടുക്കുകയാണ് ഇതിനകത്തുനിന്ന്. കണ്ടില്ലേ, ഇതിനകത്തുനിന്ന് നമ്മൾ മൊത്തത്തിൽ ഈ മണ്ണോടുകൂടി നമ്മളിഞ്ഞ് എടുത്തു. ഇനി നമ്മൾ ഇതിനകത്തോട്ടങ്ങ് ഇറക്കി വയ്ക്കുക. കണ്ടില്ലേ, നമ്മൾ കുറച്ച് മണ്ണും കൂടെ അതിന് ചുറ്റിനും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഞ്ഞ് വളർന്നോളും. അവർ അതിനകത്ത് നമ്മൾ എടുത്ത ഒന്നും ചെടിയോ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ 4 വശവും അതിന് മണ്ണങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കമ്പുകൾ ഓടിച്ചിട്ട് വളർത്തിയെടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്യാൻ നോക്കും. ഇപ്പോൾ കവറിനകത്തൊക്കെ ഇങ്ങനെ വളർത്തിയതിന് ശേഷം ആ മണ്ണോടുകൂടി ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. കണ്ടില്ലേ, ഇതിങ്ങനെ വളർന്നങ്ങ് വന്നോളും. അതിനകത്തൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെയിലുള്ളിടത്ത് കൊണ്ടിടാതിരിക്കുക, എന്നാൽ അത്യാവശ്യം വെയിലും വേണം ഇതിന്. നമുക്ക് കൊണ്ടൊന്ന് ഹാങ് ചെയ്ത് ഇടണം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് ഒരു 4-5 തണ്ട് നമ്മളിങ്ങനെ ഇട്ടിരുന്നാൽ മതി, ഇതിനകത്ത് വെച്ച് കൊടുത്തിരുന്നാൽ മതി. നല്ലതുപോലെ വേര് പിടിച്ച് ഇങ്ങനെ അങ്ങ് വളർന്നു വന്നോളും. ഇത് നമുക്ക് വെർട്ടിക്കൽ സ്റ്റാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് വളർത്താം. അതല്ല നമുക്ക് ഹാങ്ങിങ് പോട്ടിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് മണ്ണോട് കൂടി എടുത്തിട്ട് നമുക്ക് അങ്ങനെ നട്ടാലും മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ഇതിനകത്തങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് കിടന്നോളും. അപ്പോൾ ഇത് ടർട്ടിൽ വൈൻ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. കണ്ടില്ലേ, ടർട്ടിൽ വൈൻ വളർന്നു വരുന്നത് നല്ല രീതിയിൽ അതിനകത്ത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്തൊക്കെ നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ റിയോ പ്ലാന്റ് ഇതാണ്ട് ഉണ്ട്. അങ്ങനെ കുറേ പ്ലാന്റ് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മൂനെയൊക്കെ അഴിച്ചു വിട്ട് അവരിങ്ങനെ വേല, കണ്ടില്ലേ. ഓ ഡാ 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 ഏയ് ഏയ് നിനക്ക് നല്ല അടിയുള്ളുവേ കേട്ടാ, കടിച്ചോടാ. അമ്മൂന് ഒരു കൂസലും ഇല്ല, കണ്ടില്ലേ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ വയലോട്ട് നീറും. അടുത്ത ആൾ വരുന്നുണ്ട്, കുണുങ്ങി ഇങ്ങോട്ട് വാപ്പോ. അമ്മൂനെയൊക്കെ അഴിച്ചു വിട്ടാണ്ടല്ലോ, അവരിങ്ങനെ റോഡിൽ വരെ വരും തിന്നും കരിയിലൊക്കെ കഴിക്കാനായിട്ട്. ഇത് ബ്രൂണോയുടെ പങ്ക് കഴിക്കുന്നുണ്ടോ? അപ്പു പോയിരുന്ന് അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ബ്രൂണോയുടെ പങ്ക് കഴിക്കാൻ. നമ്മുടെ പഴയ ചിന്നും മിന്നും ഇതേപോലെ തന്നെ ആയിരുന്നു. ബ്രൂണോ ഡാ, എന്തുവാ കുരുത്തക്കേട് കാണിച്ചേ? എന്തുവാ ബ്രൂണോ, അമ്മൂനെ കടിച്ചോ നീ? ബ്രൂണോ, അമ്മു എന്തിയടാ, അമ്മു എന്തിയേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടാങ്കിൾഡ് ഹാർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതും ഒരെണ്ണം ഇതേപോലെ ഹാങ് ചെയ്തിടാനായിട്ട് നോക്കുക. നമ്മൾ നേരത്തെ ടർട്ടിൽ വൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് അത് കണ്ടതാണ്. അതുപോലെ തന്നെ ടർട്ടിൽ വൈനും അതുപോലെ ഈ ടാങ്കിൾഡ് ഹാർട്ടും അത് കുറേ ഹാങ്ങിങ് ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മൾ ആ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം, എന്നിട്ട് അതുപോലെ നടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, ചേച്ചി വീഡിയോ ഇടുന്ന പരിപാടിയൊക്കെ നിർത്തിയെന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണാത്തതുകൊണ്ടായിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പിന്നെയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.